എപ്പിസോഡ് ഇതാ നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അൺലിമിറ്റഡ് ചിരികളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് എത്രയൊക്കെ അടിക്കും ബാറ്ററി എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ഏതാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ലഹരിയാണോ? ഡ്രഗ്സ്. കറക്റ്റ്. അഖിൽ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഡ്രഗ്സ് അഥവാ ലഹരി. അപ്പൊ ഈ ലഹരി ഏത് വഴി കൂടെ ഒഴുകുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആരുടെ കൈകളിൽ എത്തുന്നു, പിള്ളേർ ഇത് ഉപയോഗിക്കുന്നുണ്ടോ, നമുക്കത് നിർത്താൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ഭയങ്കര ഒരു ചർച്ചാ വിഷയമാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ കേൾക്കത്തില്ല. പകരം അതിങ്ങനെ കാണിച്ചു കൊടുക്കണം. മക്കളെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ശരി, ഇത് ഇതിന്റെ നല്ല വഴിയാണ്, ഇത് ഇതിന്റെ ചീത്ത വഴിയാണ്, ഇങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ നല്ല കാര്യം. നമ്മളത് സമയം എടുത്ത് ചിലപ്പോൾ ചെയ്യണ്ടാവില്ല, പക്ഷെ ചില നല്ല മനുഷ്യരുണ്ടാവും അത് കറക്റ്റ് ആയിട്ട് അതിൻ്റെതായ രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊരു ടീം എത്തിയിട്ടുണ്ട്. സർപ്രൈസ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ടീമാണ് ഇന്ന് കോമഡി മാസ്റ്റേഴ്സിന്റെ നാട്ടുകൂട്ടമായിട്ട്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഈ സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ സുധീഷാണ്. ഈ സർപ്രൈസ് പറയുന്ന ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ലഹരിയെ പറ്റിയിട്ടാണ് ഈ ഷോർട്ട് ഫിലിം. അത് മാത്രമല്ല ലഹരിക്കെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കേരള പോലീസ് തന്നെ അതിനൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതൊന്ന് പറയാമോ സുധീഷ്? കേരള പോലീസിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പോലീസാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അവരുടെ ചാനലിലൂടെയാണ് അത് റിലീസ് ചെയ്തത്. വെരി നൈസ്, വെരി നൈസ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് ഏറ്റവും വലിയ എഫേർട്ട് ആണത്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ട്രെയിലർ കണ്ടാലോ? കാണാം, നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാ. നിങ്ങളുടെ ചുറ്റിലും ഇവരിത് വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ വെച്ചാവും, ചിലപ്പോൾ തിരക്കേറിയ ഇടങ്ങളിലാവും. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക. എങ്ങനെ ഇതിനൊക്കെതിരെ പ്രതികരിക്കാന്നല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു ഫോൺ മതി, ഒരൊറ്റ മൊബൈൽ ഫോൺ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും പ്രണയ. പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ. ഭയങ്കര ഒരു സിനിമ സ്റ്റൈലിൽ കണ്ട പോലെ ഉണ്ടായിരുന്നു. അതെ അതെ, ഷോർട്ട് ഫിലിം ആന്നേ തോന്നത്തില്ലായിരുന്നു. കിഡിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ആ യോദ്ധാവ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ അത് അതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലത്തെ ഒരു എന്താ പറയുന്നത് ഒരു പ്രവൃത്തി കാണുകയാണ്, അല്ലെങ്കിൽ ലഹരി നിങ്ങളുടെ മുന്നിൽ കാണുകയാണ്, കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് യോദ്ധാവ് എന്ന് പറയുന്ന ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതൊരു മൊബൈൽ നമ്പറാണ്. എനിക്കൊന്ന് മോക്കറിയോ ആ നമ്പർ? ഇതിന്റെ നായികയാണ് പ്രണയ. ആ നമ്പർ ഒന്ന് പറയാവോ? 9959966666. ഈ നമ്പർ സേഫ് ആണ്. നമ്മൾ വിളിച്ചു പറയുന്ന ആളുടെ ഐഡന്റിറ്റി ഒന്നും പുറത്ത് പറയില്ല. അതെ, ധൈര്യമായിട്ട് പറയാം. ആർക്ക് വേണോ വിളിച്ചു പറയാം. നമ്മള് ഒരിക്കലും പബ്ലിക്കലി പറയില്ല ഇന്ന ആളാണ് പറഞ്ഞതെന്നൊക്കെ. അതെ, പ്രണയന്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ നല്ല കിഡിലായിട്ടാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. പ്രണയ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നോ? ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നേ? ആണ്. ഷോർട്ട് ഫിലിമിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ? ഏത് ക്ലാസ്സിലാ പ്രണയ പഠിക്കുന്നേ? 4th സ്റ്റാൻഡേർഡില്. അടിപൊളി. മിടിക്ക്. ഏത് സ്കൂളിലാ? അമൃത വിദ്യാലയം. വെറുതെ അല്ല, നമ്മുടെ അല്ലേ പ്രോഡക്റ്റ്. പിന്നെ കിടിലാവാണ്ടിരിക്കുവോ? പക്ഷെ പ്രണയനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഒരു എപ്പിസോഡില് മകരവിളക്ക് ഡേ നമ്മുടെ അയ്യപ്പനായിട്ട് വന്ന് നമ്മളെ ഞെട്ടിച്ച ആളാണ് പ്രണയ. നമ്മുടെ ഇവിടെ അയ്യപ്പനായിട്ട് വന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ക്ഷേത്രങ്ങളില് ഇതുപോലെ തന്നെ ആ ഒരു ദൈവത്തിന്റെ വേഷങ്ങളില് പ്രണയ പോവാറുണ്ട് അല്ലേ? അതിന് കുറച്ച് ഫോട്ടോസ് കാണട്ടെ ഞങ്ങള്. പ്രേക്ഷകരും കൂടെ അറിയട്ടെ പ്രണയക്കുട്ടി ആരാന്നുള്ളത്. ഫോട്ടോസ് കാണാം. മുരുകൻ, കൃഷ്ണൻ, അയ്യപ്പൻ, സന്നിധാനത്തല്ലേ? ശബരിമല, മാലയപ്പുറം. മാലയപ്പുറം. രാമരാമൻ. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നല്ലേ? നമ്മൾ ഈ വീട്ടിലൊക്കെ വെച്ചേക്കുന്ന ഒരു പ്രതിമ പോലെ ഉണ്ട്. കിടില മോളെ.
ഗംഭീരം. അച്ഛനും അമ്മയാണോ വന്നിരിക്കുന്നേ? അച്ഛനും അമ്മയും ബ്രദറും ആണത്. ഓക്കെ, അച്ഛൻ്റെ അമ്മയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടെ. പേരെങ്ങനെയാ സാറിന്റെ? പ്രശാന്ത്. പ്രശാന്ത്. അമ്മേന്റെ പേര്? പ്രിയ. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങള്? വർക്ക് ചെയ്യാണോ? ഞാൻ ചെറിയ ടീ ഷോപ്പ് നടത്താണ് തൃശ്ശൂരില്. ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാ സുധീഷേടാ? വേറെ കാര്യം ശ്രദ്ധിച്ചാ, പ്രശാന്ത്, പ്രിയ, പ്രണയ, പ്രാകുടുംബം. അപ്പൊ ബ്രദറിന്റെ പേര് കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, ബ്രദറിന്റെ പേര് എങ്ങനെയാ? പ്രണയ്. ബാക്കിലിരിക്കുന്നവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഒരാൾ മ്യൂസിക് ഡയറക്ടർ, ഒരാൾ അസോസിയേറ്റ് ഡയറക്ടർ ആണ് അല്ലേ? വിനയൻ മ്യൂസിക് ആണ് ചെയ്തിരിക്കുന്നത്. യെസ്. അഖിൽ സത്യ. അഖിലിന്റെ കുറവ് അവിടെ അതെ, ഇപ്പൊ കറക്റ്റ്. അഖിൽ സത്യൻ. സത്യ. അഖിൽ സത്യ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. അസോസിയേറ്റ് ആണ്. ഓക്കെ മോളെ, അമൃത വിദ്യാലയ സ്കൂളിൽ എങ്ങനെയാണ്? ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ? ആ നല്ല സപ്പോർട്ടാണ് അവിടെയൊക്കെ. സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ടോ ഇനിയും ചെയ്യണം ഇതുപോലത്തെ പെർഫോമൻസ് എന്നൊക്കെ? ആ അവര് നല്ല സപ്പോർട്ടാണ്. ആണല്ലേ, അടിപൊളി. നമ്മുടെ അമൃത ചാനലും അങ്ങനെ തന്നെയല്ലേ? വളർന്നു വരുന്ന എല്ലാ താരങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അമൃതയുടെ നന്മ മേന്മ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ അമൃത വിദ്യാലയ സ്കൂൾ. ശരി, ഇനി നമുക്ക് സ്കിറ്റിലേക്ക് പോയാലോ? ഓക്കെ. ഗൈസ്, നിങ്ങൾ ഈ സർപ്രൈസിൽ ഞെട്ടിയിരിക്കരുത്. നമുക്ക് സ്കിറ്റിലേക്ക് പോയാലോ? ചുമ. അതിൽ ചുമ. അയ്യോ, ഉടക്കി 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 ചെറുക്ക ഇങ്ങോട്ട് വാടാ, ഉടക്കിയെന്ന് ജീവിച്ചോണ്ടിരിക്കുന്നു. ഗ്രീഷ്മേ, ഓടി വാടി ഉടക്കിയടിയാ, ഉടക്കി. ഗ്രീഷ്മേ, ഉടക്കടി, ഉടക്ക്. ആരുടെ എന്റെ അപ്പൂപ്പന്റെ അടുത്ത് ഉടക്കിയത്? നീയാണോ കുട്ടി? നീയാണോ ഉടക്കിയത്? നീയേ ഉടക്കുള്ളൂ, എനിക്കറിയാം. ആരുടെ വേറെ ആരാണ് ഇവിടെ ഉടക്കിയത് എന്റെ അപ്പൂപ്പന്റെ അടുത്ത്? അവിടെ അല്ലേ ഉടക്ക്? പിന്നെ ഇവിടെ 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 ആരുടക്കിയത്? മസിലിന്റെ അരമ്പ് കൂടെ ഉടക്കി തിരിച്ചു വിടണം, ഒന്ന് സോൾവ് ആക്കി വിടണം. അയ്യോ, ശരിയാണ് അപ്പൂപ്പ. ഇവിടെ ഒരു ഞരമ്പ് പിടച്ച് നിക്കണ്. അഞ്ചോന്റെ മറന്ന് വിട്. സത്യത്തിൽ ഇവിടെ ഒരു ഞരമ്പ് പിടച്ച് നിക്കണേട്ടാ. ഒരു കാര്യം ചെയ്യോ, അപ്പൂപ്പനെ ഈ കഴുത്തൊന്ന് തിരുത്തു നോക്ക്. അത് നാക്കിന്റെ ഉടക്ക് മാറ്റ്, അത് നീ ഉടക്ക് മാറ്റാം. കഴുത്തൊന്ന് തിരിച്ചു നോക്ക്. പറ്റില്ല. തിരിക്കേ. പറ്റില്ല. ഇങ്ങോട്ടെ. പറ്റുന്നില്ല. കുറച്ചും കൂടി. പറ്റണില്ല. റൈറ്റ്. പറ്റണില്ലെന്ന്. ശാന്തേച്ചി എവിടെ പോണേ? ശാന്ത് ഇവിടെ പോയി. ശാന്ത ഇവിടെ. ശാന്തയുടെ വീട്ടില്. ശാന്ത വന്നെന്ന് പറഞ്ഞു. ആ, അങ്ങനെ പറഞ്ഞാലേ അപ്പൂപ്പന്റെ ഈ അസുഖം മാറുള്ളൂ. ഓ, വെറുതെ മോഹിപ്പിച്ച് കളഞ്ഞു. അത് റീൽസ് കാണുന്നത് നോക്കിയിട്ട് കാര്യമില്ല. അല്ല അപ്പൂപ്പനെ ഈ ഇടയ്ക്കിടയ്ക്ക് എന്താണ് അപ്പൂപ്പ ഇങ്ങനെ ഉടക്ക് വരാൻ കാര്യം? അത് ശാന്തയാണ് കാരണം. ശാന്ത എന്ത് ചെയ്ത്? വേറൊന്നുമല്ല, പണ്ട് ശാന്ത ഇതുവഴി വന്ന് അപ്പൊ ഞങ്ങളുടെ വഴി ഒന്ന് മുടക്കി. ഇതറിഞ്ഞ ഭർത്താവ് എന്റെ അടുത്ത് ഉടക്കി. അവ എന്റെ കഴുത്തി പിടിച്ച് ഞൊടക്കി. ഞൊടക്കിന്നല്ലേ, ഞെരിച്ചെന്നല്ലേ? ഈ ഡാ പറയുമ്പോ ഒരു പ്രാസമുണ്ട്. ഇടുക്കിന്നങ്ങ് പറഞ്ഞാ പോരെ? ഉള്ളാലടി മിടുക്കി. നേരത്തെ പറയാൻ ഞാൻ കിടുക്കുമായിരുന്നല്ല. കോമഡി അല്ലേ ഇവിടെ നടക്കുന്നത്? അപ്പൊ കഷായം കുടിച്ചാ? കഷായം ഞാൻ കുടിച്ചില്ല. എന്ത് കുടിക്കാത്തത്? ഇവളുടെ പേരാണ് പ്രശ്നം. എന്ത്? ഗ്രീഷ്മ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കഷായം അല്ലല്ലോ, അത് വൈദ്യം തന്നുവിട്ട കഷായമല്ലേ? എന്തൊക്കെയാണെങ്കിലും ഞാൻ കഷായം കുടിച്ചില്ല. പക്ഷെ ഭയങ്കര കയ്പാണ് കഷായം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൂപ്പ ഷുഗർ കൂടി നിക്കാണ്. എന്ന ആകാശത്തിന്റെ വെടിയെ ഷുഗർ അങ്ങ് പിരിഞ്ഞു പോട്ടത്. തമാശ കള അപ്പൂപ്പ. അപ്പൂപ്പന് പിന്നെ ഷുഗർ ഇങ്ങനെ കഴിച്ചാണ് ഇത്രയും പ്രശ്നം ഉണ്ടായി കഷായം കുടിക്കേണ്ടി വരണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് മധുരം ഇങ്ങ് താ. ഇന്നാ നാളെ പറഞ്ഞിരിക്കുകയല്ലേ? ഞാൻ കുറച്ച് മധുരം തന്ന ഇന്ന് മാത്രമേ കാണുള്ളൂ, നാളെ കാണൂല. ഓ, നാളെ ഇനി കാണണം. ശാന്തമായിട്ട് പെൻഷൻ വാങ്ങിക്കാൻ പോവല്ലേ? അല്ല, ശാന്തമായിട്ട് പെൻഷൻ വാങ്ങിക്കാൻ പോവല്ലേണെന്ന്. ഇത് കഴിച്ചുണ്ടാക്കിയ ഷുഗർ അല്ല, കയ്യിലിരിപ്പോണ്ട് ഉണ്ടാക്കിയ ഷുഗർ ആണ്. ഓക്കെ, ഒരു കാര്യം പറയാം. കുട്ടിയാടാ അത്. ഒന്നാണ് നിന്റെ ഭർത്താവ് ഫോൺ അഡിക്റ്റായി. അവൻ റീൽസ് കണ്ട് അഡിക്റ്റ് ആയി പോയി. സത്യം കാണിച്ചു തരാം. ഡേയ്, നാളെ ഞാനേ പെൻഷൻ വാങ്ങിക്കാൻ പോകുമ്പോഴേ ഈ ജുബ ഇടണോ? ആ ജുബ കൊള്ളാം, നല്ലതാ. ഫോണിൽ അഡിക്റ്റായി പോയി. എടാ, ഈ ജുബ ഭയങ്കര കട്ടിയാണ്, ഇതാകുമ്പോ കട്ടിയില്ല. ആ, ഇതിന് കട്ടി കുഴപ്പമില്ല. അഡിക്റ്റായി പോയെന്നാ പോയി. നീ പറഞ്ഞ് മനസ്സിലാക്കി. നീ എന്താണ് എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കണത്? ഞാൻ റീൽസ് കാണുകയല്ലേ.
റീൽസാ എന്തുമാണ് റീൽസ് ഇങ്ങനെ കാണാതിരിക്കണത്? അപ്പൂപ്പൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. റീൽസിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. റീൽസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൽക്കൂല, തിരമാല പോണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ. പിന്നെ വേറൊരു സംഭവം ഉണ്ടേ, നമ്മൾ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലേ അടുപ്പ തരിയിട്ട കണക്കാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മളിങ്ങനെ നോക്കൂലേ, അതുപോലെ സ്റ്റാറ്റസിൽ ആരെങ്കിലും കമന്റ് ചെയ്താന്ന്, ആരെങ്കിലും ലൈക്ക് ചെയ്താൽ കാണുമ്പോ ഒരു രസമുണ്ട്. അതാണ്. അപ്പൂപ്പ എന്റെ കുട്ടുമ സുട്ട് കണ്ടായിരുന്നാ? ഞാൻ കണ്ടിട്ടുണ്ടാന്ന്. കുഞ്ഞിനെ ഞാനല്ലേ വളർത്തി. ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തൊരു ചെറുക്കില്. അപ്പൂപ്പ ഈ കുട്ടുമ സുട്ടു കുട്ടുമ ആ പാട്ട് അത് കണ്ട അത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ കുട്ടമ്മ സുട്ടു അപ്പൊ അതിങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഒരു രസമുള്ളതെന്ന് പറഞ്ഞതാണ്. 24 മണിക്കൂർ ഇപ്പൊ നിങ്ങൾ ഇതിനകത്താണ്. 24 മണിക്കൂർ നിങ്ങൾ ശരിക്കും ഇപ്പൊ ഒരു ഫോൺ അഡിക്റ്റ് ആണ്. എടി നീ ഇതെന്തോന്ന് പറയടി, ഓരോ ഭർത്തക്കാരും ജോലിക്കൊന്നും പോകാതെ ഫോണും നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞോണ്ട്. ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇച്ചിരി എന്തെങ്കിലും സമയമില്ലാത്ത സമയത്ത് എന്തെങ്കിലും കണ്ട അപ്പൊ അത് പറയണത് വരെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടാണ്. പുതിയ തന്നെ വന്ന് എന്ത് വൈദ്യനകത്ത് ഇത്ര നോക്കായിരിക്കും? എടി ഞാൻ ഇപ്പോഴല്ലേ ഇത് എടുത്തോളൂ. ഒരു 5 മിനിറ്റിനകത്ത് നോക്കാതിരിക്കാൻ പറ്റുമോ? ഓഹോ, അപ്പൊ ഞാൻ ഫോൺ നോക്കണതാണ് ഈ വീട്ടിൽ പ്രശ്നം ആ ഫോൺ നോക്കണതാണ് പ്രശ്നം ആണല്ലേ? എന്നാ ഇന്നത്തെ ദിവസം ഞാൻ ഫോൺ നോക്കണില്ല. ഇന്നത്തെ ദിവസം ഞാൻ ഫോൺ നോക്കും. ചുമ്മാ ഇല്ല നോക്കൂല. അത് ചുമ്മാ ഇല്ല നോക്കൂലെന്ന്. നോക്കൂല. ഇല്ല ഉറപ്പായിട്ട് നോക്കൂല. ഉറപ്പായിട്ട് നോക്കൂല. വിശ്വാസം ഇല്ലേ? എനിക്ക് അത്ര വിശ്വാസമല്ലേ പിന്നെ. ആ വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ല. എന്നാ എന്റെ കൈ കെട്ട്, തീർന്നല്ലോ പ്രശ്നം. കൈകെട്ട്, എന്റെ കൈ കെട്ടിയാ തീർന്നല്ലോ പ്രശ്നം. അത് കൊള്ളാം. നിങ്ങളെ കൈ കെട്ട്. അത് വെള്ളം ഇങ്ങട് എന്നാ അപ്പൊ പൈസ ഇട്ട് കിട്ടും. അല്ല ഫ്രണ്ടിലോട്ട് വെച്ച് ഫോൺ കെട്ട്. എടുക്കാതിരിക്കണമെങ്കിൽ അല്ല ബാക്കിൽ അതാണ് നല്ലത്. ഫ്രണ്ടിലോട്ട് വെച്ച് കെട്ടല്ല, ബാക്കിൽ കെട്ടി. എനിക്ക് എടി ടോയ്ലറ്റിൽ പോകണോ ഞാൻ എന്ത് ചെയ്യും? അത് എന്നെ വിളിച്ചാൽ മതി. അത് നിനക്ക് കൊല്ലല്ലേ, എനിക്കല്ലേ പോണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ ദാ കൈ കെട്ടി വെച്ചിട്ടുണ്ട്. കിട്ടിയാ അങ്ങനെ മതി, ഇത് മതി. ഇനി ഈ ഫോണ് ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ അവിടെ ഇരിക്കും. എത്ര നേരം നിങ്ങൾ ഇരിക്കുമോ നമുക്ക് നോക്കാം. 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 എന്നാ ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ഓക്കെ? കെട്ടടിക്കടി, ഫോൺ എടുക്കട്ടെ. കെട്ടടിക്കും. 1 മിനിറ്റ് ആയില്ല, അതിന് മുമ്പ് എങ്ങനെ ഫോൺ എടുക്കണോ? എടി ഓഫീസിൽ നിന്നായിരിക്കും എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കണം. ഓഫീസിൽ നിന്നായിരിക്കും. ഞാൻ ലൗഡ് സ്പീക്കർ. എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാം. ഹലോ ഹലോ, ഞാൻ ലീനയാണേ. ഏത് ലീന? എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? അന്ന് കാണാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചല്ലേ. ഹലോ, അത് പോട്ടെ, കുഴപ്പമില്ല. അതെ, ഞാനിപ്പോ നമ്മുടെ ടൗണിലെ ഹോട്ടലുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞ 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഞാൻ ലൊക്കേഷൻ അയക്കാം. പിന്നെ വരണേ, ഞാൻ കാത്തിരിക്കും. അയ്യോ, ഈ വിളിച്ചത് ആരാന്ന് അറിയില്ല. ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല. ഇതാരാണെന്ന് ഒരു ഉദ്ദേശവും ഇല്ല. ഇതൊക്കെയല്ലേ നിങ്ങൾ ഇതൊക്കെയല്ലേ നിങ്ങൾ പറയാൻ പോണത്? ഇതൊക്കെയല്ലേ നിങ്ങൾ പറയാൻ പോണത്? എനിക്ക് പറയണ ഈ ലീനയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഡയലോഗ് മൊത്തം നീ പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ ഈ ലീനയായിരുന്നു. ലീന ആരെന്ന് പറ. അപ്പൂപ്പ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൂപ്പ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പിന്നെ നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളടുത്ത് വരാൻ പറഞ്ഞ എന്തിനാണ്? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടല്ല. അപ്പൊ ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾ ഈ ഫോണിന്റെ പാറ്റേൺ പറ. പാറ്റേൺ പറ. അത് എല്ല്. എന്തിന്റെ എല്ല്? ലീനയുടെ എല്ല്. എന്താണ്? പാറ്റേൺ പറ. ലീനയുടെ എല്ല് വെച്ചോണ്ടിരിക്കണേ. എന്നാ എന്റെ പേര് ഗ്രീഷ്മ. അതങ്ങനെ അല്ല. എങ്ങനെയല്ല? ഈ കായെന്ന് പറയുമ്പോ ഈ കുട്ടന്റെ കൂന്നൊക്കെ പറയില്ലേ? നിങ്ങൾക്ക് എന്റെ പേര് ഗ്രീഷ്മ. നിങ്ങൾക്ക് എന്റെ ജി ഇട്ടൂടാ. നിങ്ങൾക്ക് ലീനയുടെ എല്ല് ഇടാൻ പറ്റുള്ളൂ അല്ലേ? എടി ജി എന്ന് പറയുമ്പോ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇടേണ്ടി വരും. വരൂല. എല്ലാം പെട്ടെന്ന് വളയും. എല്ലാം പെട്ടെന്ന് വളയും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ എല്ലിനെ വളച്ചത്. എനിക്കറിയാം. നിങ്ങളെ കെട്ടിയല്ലേ ഇടാണ് ഞാൻ പറഞ്ഞു. കെട്ടഴിച്ചു വിടടി. എന്തിന്? കെട്ടഴിച്ചു വിടടി. എന്തിന്? എന്റെ എല്ല് വേദന എടുക്കണം. നിങ്ങൾക്ക് എല്ല് വേദന എടുക്കണ്. നിങ്ങൾക്ക് ശരീരത്തിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പൊ എല്ലാണ്. ഈ ഗ്രീഷ്മ ഇല്ല, ഈ ജി ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ എല്ല് മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയാതെ. എടി എന്റെ ശരീരത്തിന് എല്ലല്ലേ ഉള്ളു, ജി ഇല്ലല്ലേ? അതെനിക്ക് മനസ്സിലായി. നിങ്ങളെ ഈ കെട്ടഴിച്ച് വിട്ടതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണ് നമ്മളെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ തന്നെ നീ വീട്ടിൽ പോണം. ഇപ്പൊ തന്നെ നീ വീട്ടിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ
ഉടനെ നീ വീട്ടിൽ പോണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ വന്നാ മതി. ആ ഒരാഴ്ച ഞാൻ അടുക്കളയിൽ പോയി കിടക്കും. അടുക്കളയിൽ ഞാൻ എന്നാ അടുക്കളയും പൂട്ടി ഷുഗറിന്റെ പോണി എടുത്തോണ്ടേ പോവുള്ളൂ. ഒരിടത്തും പോണ്ട, ഇവിടെ നിന്നാ മതി. സത്യം പറ, നീ ഇത് ആരുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് പറയണം. ആരാണെന്ന് പറ. എനിക്ക് അറിഞ്ഞൂടാന്ന്. ഇത് എനിക്കറിയാം ഇതാരാണെന്ന്. എനിക്ക് എങ്ങനെ അറിയോ? ഇത് ഞാൻ മിക്കവാറും വീട്ടിൽ പോവേണ്ടി വരും. അപ്പൂപ്പ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം നേരെ ഹോട്ടലിലോട്ട് പോവാം. ഹോട്ടലിൽ വരാനല്ലേ പറഞ്ഞത്? ഹോട്ടലിൽ വരാം. ഹോട്ടലിൽ പോവാം. ഹോട്ടലിൽ പോയിട്ട് നമുക്കിത് പരിഹരിക്കാം. വാ. പരിഹരിക്കാം. അയ്യോ ഹോട്ടലിലൊന്നും പോണ്ട. ഹോട്ടലിൽ പോവരുത് ഹോട്ടലിൽ. ആരാ പറഞ്ഞു? ഇവിടെ ഒന്നുമില്ല. ലീന അല്ലല്ല അല്ലേ? നമസ്കാരം. നമസ്കാരം. ഞാൻ തിരുവാങ്കുളം റെസിസ്റ്റൻസിന്റെ ഷൂസിട്ട് വന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ, അത് വലിയ കാര്യമാക്കണ്ട. ന്യൂസ് എല്ലാവരും മാറിയൊക്കെ ഞാൻ പറയാം. മോനെ, ഞാൻ തിരുവാങ്കുളം റെസിസ്റ്റൻസിന്റെ ക്രിസ്മസ് അപ്പൂപ്പന്റെ നിന്റെ മറികളാണ്. മോളെ, ഞാൻ തിരുവാങ്കുളം റെസിസ്റ്റൻസിന്റെ അസീം ഷേയുടെ അസിംഷയുടെ കുഞ്ഞമ്മയുടെ മോൻ. അതല്ല, നമ്മൾ കുറെ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ നമ്പറൊക്കെ കുത്തിയിട്ട് ഒരു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കൂലേ, റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ കമ്മിറ്റിക്കാരനാണ് ഞാൻ. അതായത് തിരുവാങ്കുളം റെസിഡൻസ് അസോസിയേഷന്റെ കമ്മിറ്റിക്കാരനാണ്. അതുകൊണ്ട് തിരുവാങ്കുളം റെസിഡൻസ് അസോസിയേഷന്റെ കൃഷ്ണൻകുട്ടി തീരുമാനിച്ചു. കൃഷ്ണൻകുട്ടി അവന്റെ വീട്ടിൽ ഇരുന്ന് തീരുമാനിക്കണം, ഇവിടെ വന്ന് തീരുമാനിക്കേണ്ട കാര്യം തോന്നുന്നു. അല്ലാന്ന് തിരുവാങ്കുളം റെസിഡൻസ് അസോസിയേഷന്റെ കൃഷ്ണൻകുട്ടി തീരുമാനിച്ചു. കൃഷ്ണൻകുട്ടി അടുത്ത് മനസ്സിലായില്ല. അല്ലെന്ന് മറ്റേ കുറെ പേര് ഇതിന് തെരഞ്ഞെടുത്തിട്ട് 5 പേരുണ്ടാവില്ല കൂടി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണോ? ഓ അതെ, തിരുവാങ്കുളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അതായത് ഇവരാണ് ഈ വർഷത്തെ ബെസ്റ്റ് കപ്പിൾ എന്ന്. ബെസ്റ്റ് കപ്പിൾ. അതുകൊണ്ടല്ലേ ഞാൻ തെരഞ്ഞെടുത്ത അപ്പൂപ്പ. മാത്രമല്ല തിരുവാങ്കുളം റെസിഡൻസ് അസോസിയേഷന്റെ 1 ലക്ഷം രൂപയാണ് ഇവർക്ക് പാരിതോഷികം കൊടുക്കാൻ തീരുമാനിച്ചത്. 1 ലക്ഷം രൂപ. നമ്മൾ ബെസ്റ്റ് കപ്പിൾ 1 ലക്ഷം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ ഒരുപാട് വീടുകളുണ്ടല്ലോ, എന്തിനാണ് ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് തെരഞ്ഞെടുത്തത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ പല വീടുകളിലും എന്നും പ്രശ്നങ്ങളും വഴക്കുകളും വയ്യാവിലേക്കാണ്. പക്ഷെ ഇവിടെ മാത്രം ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അതാണ് തുടങ്ങിയതല്ലേ ഉള്ളൂ. 2026 തുടങ്ങിയല്ലോ ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 2 പേരും കൂടി ഒരു ഫോട്ടോ എടുത്ത് തിരുവാങ്കുളം റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരണം. അപ്പോ ഞങ്ങൾക്ക് ഫേമസ് ആക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതെ, എനിക്കിപ്പോ സെൽഫി എടുക്കാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്ക് ബെസ്റ്റ് കപ്പിൾ അവാർഡ് വേണ്ട, ഒരു കുന്തവും വേണ്ട എനിക്ക്. അതെ, ഇപ്പൊ തന്നെ ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ കാമുകി വിളിച്ച് വെച്ചതേ ഉള്ളൂ. അതിന്റെ പ്രശ്നത്തിൽ ഞാൻ ഇവിടെ നിൽക്കുവാണ്. ഇത്ര അഴുക്ക ഫാമിലിയാണോ? വേറൊന്നും. അഴുക്ക ഫാമിലിയാണോ തിരുവിതാംകൂർ റെസിഡൻസ് അസോസിയേഷന്റെ? അവരറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാണക്കാരല്ലോ, എനിക്ക് നാണക്കാരാവില്ലേ? മനസ്സിലായി. അതായത് ഇവന്റെ കാമുകി എന്ന് പറഞ്ഞു ഒരുത്തി വിളിച്ചു ലീന. ലീന. അവൾ ഹോട്ടലിൽ ഇരിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഇവൻ അവൾ അറിഞ്ഞുകൂടെന്നാണ് പറയുന്നത്. ഇപ്പൊ പോവാം. നമുക്കിപ്പോ ഹോട്ടലിൽ പോവാം. അയ്യോ നിർത്ത്, നിങ്ങൾ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടുകാരറിയും, മീഡിയാസ് അറിയും, പോലീസ് അറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നാണക്കേട്? തിരുവാങ്കുളം റെസിഡൻസ് അസോസിയേഷന്. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ വെച്ച് എങ്ങനെയും പരിഹരിക്കണത് ഇവിടെ വെച്ച് എങ്ങനെ പരിഹരിക്കും? പുള്ളി പറഞ്ഞിരുന്ന കാര്യമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവും. നമുക്ക് ആ പെൺകുട്ടി ഇങ്ങോട്ട് വിളിച്ച് വരാം. എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ മുറ്റത്ത് കേൾക്കണം ഞാൻ. ചേച്ചി മിണ്ടല്ലേ, ചുപ്രകോ. നമുക്ക് സൗമ്യമായിട്ട് പരിഹരിക്കണം. സൗമ്യമായിട്ടല്ല പരിഹരിക്കേണ്ട, ലീനയുമായിട്ടാണ് പരിഹരിക്കുന്നത്. നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കണം. അല്ല ലീന, ഞാനിവിടെ തല തല്ലി ചാവും. ഞാൻ എങ്ങനെയും അത് പരിഹരിക്കണത് മനസ്സിലായോ? വിളിക്കും. എന്നാ ഇങ്ങനെ കൊണ്ട് വിളിപ്പിക്കാം. പക്ഷെ നിങ്ങൾ ഹലോ എന്ന് മാത്രമേ പറയാവൂ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഈയുടെ മുഖം വെച്ച് നടക്കണം. ഹലോ. അപ്പൊ താല്പര്യണ്ടല്ലേ? അതെ, പെട്ടെന്ന് റൂമിലോട്ട് വാ. റൂം നമ്പർ 598. വെച്ചിട്ട് പോണി. ഞാൻ വരാടി. നീ വിളിച്ചവന്റെ ഭാര്യയാണടി. ഞാൻ വന്നാ മതിയാ നിന്റെ കൂടെ. ഒരുമ്പട്ടവളെ, നിന്നെയൊക്കെ എനിക്ക് മനസ്സിലാവും. മാന്യമായിട്ട് താമസിക്കുന്ന ഭർത്താക്കന്മാരെ ഇതേപോലെ ഫോണിൽ വിളിച്ച് വളച്ചെടുത്ത് സ്വത്തും പറമ്പൊക്കെ എഴുതിയെടുക്കാനുള്ള നിന്റെ ഐഡിയ എനിക്ക് അറിയാം. നീ പറയണ ഒന്ന് തേങ്ങ എനിക്ക് കേക്കണ്ട. ഞാൻ പറയണത് നീ ആദ്യം കേള്. ജീവൻ സുരക്ഷ. അങ്ങനെ ജീവൻ സുരക്ഷക്കാണ് അങ്ങനെ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതിന് പോളിസി. നിന്റെയൊക്കെ പോളിസിയൊക്കെ കയ്യിൽ വെച്ചാ മതി. എനിക്കറിയാം. ഇത് ഈ ലീന എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങർന്ന. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലീന അറിയാല്ലേ? ഇത്ര നേരം എവിടെയായിരുന്നു ഈ ലീന? എനിക്കറിയാടി. നീയൊക്കെ ഒരുമ്പട്ടവള്. നീയൊക്കെ ഒരുമ്പട്ടവള്. അവള് കുറഞ്ഞിടക്കെടുത്ത് ഉള്ളാൻ തുടങ്ങിയിട്ട് ഞാനേ നിന്റെ ഭർത്താവിന് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. അല്ലെ
സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. കുറെ നേരമായി കണ്ട് തുള്ളാൻ തുടങ്ങിയിട്ട്. പിന്നെ റൂമിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. അത് റൂമിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ ടീമിന്റെ എല്ലാ മെമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ ആ ഇൻഷുറൻസിന്റെ ഓഫർ ഇന്ന് വരെ ഉള്ളൂ. പറഞ്ഞില്ലാതെ വേണ്ട, അവൻ താല്പര്യം വന്ന് എടുത്തോളാൻ പറ. നാളെ വിളിച്ച എന്നെ കിട്ടത്തില്ല. എന്റെ മോളുടെ കുഞ്ഞിന്റെ നൂല് കെട്ടാ. ആരുടെ? എന്റെ മോളുടെ കുഞ്ഞിന്റെ നൂല് കെട്ടാണേ. സോറി ലീന അമ്മച്ചി. എന്റെ കൊച്ചെ, പ്രായത്തിന് ബഹുമാനിച്ചെങ്കിലും സംസാരിക്കണം ഫോൺ ചെയ്യുമ്പോ. അയ്യോ അതെ, ഈ സംസാരം കേട്ട് കഴിഞ്ഞാലേ പ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആണോ? താങ്ക് യു. ശരി. നീ ലീന ചേച്ചി മറ്റേ പോളിസി കേസ് പറഞ്ഞ് വിളിച്ച് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, തിരക്കിന്റെ സേവ് ചെയ്യാനും പറ്റില്ല. എവിടെന്നെങ്കിലും ഒരു പെണ്ണിന്റെ ശബ്ദം കിട്ടുക ഉടനെ അഭിക്ക് തോന്നുന്നു പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിഹിതം എന്നും പറഞ്ഞിങ്ങനെ എടുത്തു ചാടല്ല. എക്സാക്ട്ലി 4 ചെവിരുകൾ തീർക്കണം. അതാണ് വേണ്ടത്. റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങോട്ട് മാറിക്കാണ്, ഇങ്ങോട്ട് പോയി പറയട്ടെ. ഇവിടെ ഒരു പൂത്തിരി ഉള്ളായിരുന്നു, വന്ന് കമ്പക്കെട്ട് നടത്തിയിട്ട് അപ്പൂപ്പനായി പോയി. അല്ലെങ്കിൽ അതെന്തെന്നറിയാമോ, അപ്പൂപ്പ എരിവ് കയറ്റി തന്നപ്പോ അറിയാതെ. എടി നീ അപ്പൂപ്പന് മധുരം കൊടുക്കാത്തോണ്ടാണ് അങ്ങനെ നിനക്ക് എരിവ് കേട്ടാ. ഞാൻ ഒരു കാര്യം പറയണം, അപ്പൂപ്പൻ നാളെ അങ്ങ് പോകും. പിന്നെ ജീവിക്കേണ്ട നമ്മളാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ബോധം വേണം. നാളെ ഞാൻ എവിടെ പോണു? ശാന്ത ചേച്ചിയുടെ ടൂർ പോണ്. അപ്പൊ ഞാൻ പോകും. ഞാൻ ഇത് അഴിച്ചു തരട്ടെ. കെട്ടഴി അങ്ങോട്ട്. അപ്പൊ ശാന്ത ചേച്ചിയുടെ എന്നെ കൂടെ കൊണ്ടുപോണേ. പിന്നെ നിന്നെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഞാനും 24 മണിക്കൂർ ഫോണിലൊക്കെ ആയിരുന്നല്ലേ. സോറി എടി, നീ പോയി ഒരു ചായ എടുത്തോണ്ടോ. എന്നാ നിങ്ങൾ എല്ലാരും ഇരിക്കും, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ചേട്ടാ ഇരി ചേട്ടാ ഇരിക്കി. എനിക്ക് ഇച്ചിരി മധുരം കൂട്ടിയെടുത്തോ. 550 ഷുഗർ. അതാണ് പറഞ്ഞങ്ങോട്ട് തീർന്നില്ല. അതിന് മുമ്പ് ആ കുന്ത്രാണ്ടോടുത്ത് കൈ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടാ. അപ്പ ഇത് കാണുന്നില്ല, ഒന്നും പറയായില്ലേ? എനിക്കിതൊന്നും കാണാൻ വയ്യേ. ഞാൻ ഏതെങ്കിലും ബേക്കറി പോയിട്ട് 2 ലഡു വാങ്ങിച്ചു നിന്ന് ആത്മഹത്യ ചെയ്യാൻ പോണേ. അങ്ങനെയാണെങ്കിൽ തിരുവാങ്കുളം കഴിഞ്ഞില്ലേ? തിരുവാങ്കുളം തീർന്നില്ലേ? തിരുവാങ്കുളം റെസിഡൻസ് അസോസിയേഷന്റെ വക ഉറീത്ത് ഫ്രീ. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. അടുത്തൊരു കിടിലം കോമഡിയുമായിട്ട് ഒരു ടീം വരാൻ പോവുകയാണ്. ആടത് പണി പണി. ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. ഒരു ട്രാജഡിയുമായി ഒരു ചാക്കുമായിട്ട് ഒരാൾ വരികയാണ്. എന്താടാ ചാക്കില്? ചാക്കിൽ എന്തേര്? ചാക്കിലെ പൊതിച്ചോറന്ത് തിരിച്ചു കൊടുക്കും. അദ്ദേഹത്തെ വഷളാക്കി വിടും. രാവിലെ 2 ദോശ കഴിച്ചായിരുന്നു. ആ കൈസേ ഹോ എന്ന് പറഞ്ഞ സുഖം തന്നെയെന്ന് ഹിന്ദി ചോദിച്ചാണ്. അതായിരുന്നു ഞാൻ തന്നെ ചേച്ചിയുടെ അടുത്തോട്ട് മോൻ കൊടുക്കാത്തത്. ചിരി ചിരിച്ചതാണ്. അല്ല ആഗമനോദ്ദേശം എന്താണ്? ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കൊക്കെ പാട്ട് പാടാൻ അറിയാം? ഇവിടെ അപ്പുറത്ത് ഫ്ലോറിൽ MG ഉണ്ട്. MG നന്നായിട്ട് പാടും. അതാരും MG ശ്രീകുമാർ അറിഞ്ഞൂടെ? ഓ, തമാശ അടിച്ചതാണോ? അല്ല പാട്ട് പാടാൻ അറിയാൻ അറിഞ്ഞു വെച്ച് യേശുദാസ്, ചിത്ര ചേച്ചി ഒരുപാട് പാടും. ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഇവിടെ ആരൊക്കെ പാട്ട് പാടാൻ അറിയാം? ഞങ്ങൾക്കറിയാം. ആർക്കറിയാം? ഞാൻ പാടാൻ വേണി. ഒരു പാട്ട് പാടും. അമ്മയുടെ ജിമിക്ക് കമ്മൽ എന്റെ അച്ഛൻ പാട്ട് പറയണ പാട്ട്. അമ്മയുടെ അത് പറയണം. നീ അത് എങ്ങനെയാണോ എടുക്കുന്നത്? അല്ല അത് അവളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. നമ്മളിതിലില്ല. അല്ല ഒന്നുകൂടെ പാടാൻ വേണി. കുടുംബ പ്രശ്നമാണ്, നമ്മളതിലില്ല. അപ്പൊ അതങ്ങ് വിട്ടേക്ക്. ആ കേസൊക്കെ വിട്. കുട്ടിയൊക്കെ നന്നായിട്ട് പാടുമെന്ന് തോന്നുന്നു. ഇല്ലല്ലേ? അത് നമ്മൾ പാടുപെടും. അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പെട്ടെന്ന് പറ. ഞാനെന്ന് പറഞ്ഞാൽ എന്റെ മാമനെയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മരുമോനെ കൊണ്ട് ഫ്ലോറിൽ സഹിക്കാൻ വയ്യ. ഇനി കുടുംബക്കാരനെ കൊണ്ട് ഇറങ്ങണം. അതെന്തരടേ? പിന്നല്ലാതെ എന്റെ മാമൻ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. എന്റെ മാമ തൃശ്ശൂരിൽ നിന്ന് എന്റെ മാമനെ കൊണ്ടാണ് ഞാൻ വന്നത്. എവിടെ നിന്ന് വന്നാലും നിന്റെ മാമൻ. അല്ലല്ലേ, തിരുവനന്തപുരം കല്ലറ കിടക്കുന്ന ഇയാൾക്ക് തൃശ്ശൂരിന്ന് മാമനാ. അല്ല, അവിടെ നിന്ന് താമസം മാറിപ്പോയി അപ്പച്ചിയായിട്ട് അങ്ങ് പോയി. എന്നിട്ട് മാമന്റെ ഉദ്ദേശം എന്താ? മാമന്റെ പേരെന്ന് പറഞ്ഞാൽ വിൽസൺ മാമൻ. ഒരുപാട് അല്ല ഒരു സെക്കൻഡ്, തൃശ്ശൂരുള്ള മാമൻ പേര് വിൽസൺ. വിൽസൺ എവിടെ? ഇടയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി പാട്ടുപാടി വൈറലായ നമ്മളെ കുടുംബക്കാരൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിവുള്ള വിൽസണിന്റെ ഫാമിലിയിലാണ് ഈ കിഴങ്ങ് വന്ന് ജനിച്ചത്. ഓട്ടറാ എല്ലാം ഒരെണ്ണം പാടിപ്പോയി, അത്രേ ഉള്ളൂ. മാമ ഈ ചാക്കിനകത്ത് കയറത്തിന്റെ ഓട്ടോയിൽ ഇരുത്തിയൊക്കെയാണ്. വിളിച്ചോണ്ട് വാ. വിളിച്ചിട്ട് ചാക്ക് നോക്കിക്കൊണ്ടേ. അത് ലോക്കറിൽ കൊണ്ടുപോയി നീ പോട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ചാക്ക് ചന്ദ്രൻ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്, കഴിവുള്ള ഒരു വ്യക്തിയെ കൊണ്ടുപോയി. നല്ലൊരു കൈ. ഹായ് ഹായ്.
ചേച്ചി മനസ്സിലായ ആ, ഇടയ്ക്ക് മനസ്സിലായി. വയറിലായ പഞ്ചായത്ത് ഓഫീസിൽ പാട്ട് പാടിയ അപ്പൊ ആ പാട്ട് നമുക്ക് ആദ്യം ഒന്ന് കണ്ടാലോ? എന്റെ മാമനെന്നും കൂടെ പറ. എന്റെ മാം ആ ഒരു ഒറ്റ കുറവേളം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണൂലേ ആത്മാവല്ലയോ കോവിലേ. എന്തിനാണ് സത്യം പറഞ്ഞ ആ പഞ്ചായത്ത് ഓഫീസിൽ പോയത്? ഒരു 50 രൂപ മേടിക്കാൻ പോയതാ. എന്തിനായിരുന്നു 50 രൂപ? കള്ളു കുടിക്കാൻ വേണ്ടിട്ട്. ആ സത്യം. അണ്ണാ നമ്മള് ലഹരിക്കെതിരെ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പഞ്ചായത്ത് ഓഫീസിൽ 50 രൂപ ചോദിച്ചാ? 50 രൂപ ചോദിക്കാൻ പോയതാണ്. അപ്പൊ അവിടെയുള്ള മെമ്പർമാര് പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആ അപ്പൊ അത് പാടി കഴിഞ്ഞ അപ്പൊ അവര് 50 രൂപയും തന്നു. ആ 50 എന്ത് കിട്ടും? 50 രൂപയ്ക്ക് ഒരു ഗ്ലാസ് കള്ള് കിട്ടും. ഡൗട്ട് ക്ലിയർ ആയില്ലേ? എന്തായാലും ചേട്ടന്റെ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു. അതാണ് ചേട്ടാ എന്താണ് ഒരു കലാകാരൻ ആയതുകൊണ്ടല്ലേ ആ വീഡിയോ വൈറലായത്. അല്ല ഇതേ ഒരു കാര്യം എന്താ പറയാ, നമ്മൾ ഇപ്പോഴത്തെ കാലത്തിൽ സോഷ്യൽ മീഡിയ നമുക്ക് കുറെ മോശം കാര്യങ്ങൾ ചെയ്യുന്നു പറയും, പക്ഷെ ഇതുപോലുള്ള കുറെ നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടുന്നു. ഈ ചേട്ടൻ ഇത്രയും പാടും, ചിലപ്പോ ആ നാട്ടിൽ മാത്രം അറിഞ്ഞൊരു കാര്യമാണ് ചേട്ടൻ പാടുമെന്നുള്ളത്. അല്ലെങ്കിൽ കള്ളി ഷാപ്പിൽ ചിലപ്പോൾ പാടുമായിരിക്കും. അത് ഇന്ന് ലോകം മൊത്തം അറിഞ്ഞു. MG ശ്രീകുമാർ സാർ ഈ പാട്ടിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടു, ഷെയർ ചെയ്തു. എന്നിട്ട് എല്ലാരും വന്ന് പറഞ്ഞോ പാട്ട് കുറെ പേര് കേട്ടപ്പോ എല്ലാരും എന്തുവെന്ന് പറഞ്ഞു? എല്ലാവർക്കും വളരെ സന്തോഷമായി. അവര് പറഞ്ഞു ഇനിയിപ്പോ കള്ളുകൂടിയൊക്കെ നിർത്തി നല്ല പാട്ടുകാരനെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഇന്ന് കോയിൻസിഡൻസ് പോലെ നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് ടീം വന്നിരിക്കുന്ന ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് വൈറലായ ടീമുകളാണ്. അപ്പൊ ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ 50 രൂപയ്ക്ക് വേണ്ടി പോയതാണ്. ഇനി നമ്മൾ കള്ളു കുടിക്കില്ല. ഇനി ഒരു 10 ദിവസം ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി കിടക്കാൻ പോവാ. നല്ല കഴിവുള്ള ഒരു കലാകാരനാണ് കേട്ടാ. തീർച്ചയായിട്ടും പാടി തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കും ഉറപ്പായിട്ടും. പാട്ട് നമുക്ക് കേൾക്കാം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യ സത്യതയാ നിധിയേ ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. ഇരുമുടി നിറയുമേ ദുരിതം മൊഴിയണേ ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ. ജന്മ ശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണൂലയൻ ആത്മാവല്ലയോ കോവില്. പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം അറിയണം അടിയന്റെ സങ്കടം. ഇതിൽ നിന്നൊരു കാര്യം, സംഗീതത്തിന് ജാതിയില്ല മതമില്ല. ചേട്ടാ വളരെ മനോഹരമായി മനസ്സിൽ കണ്ട് ഉൾക്കൊണ്ട് പാടി പറയാം. ഒരുപാട് സന്തോഷം ചേട്ടാ. ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയാലും ഈ ഫ്ലോറിൽ കൊണ്ടുവരാൻ പറ്റിയാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനൊരു 8 മാസം കുറച്ച് സപ്തസ്വരങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഭയങ്കര നിങ്ങളുടെ ആരാണ് ഗുരു എന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷെ സൂപ്പറായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ പറയില്ലേ, ഒരു മ്യൂസിക് ഇതില്ലാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സപ്പോർട്ട് ഇല്ലാതെ സാധ്യമായിട്ട് നിങ്ങൾ പാടിയിട്ടുണ്ട് മനസ്സുകൊണ്ട്. അതെ, ശബ്ദ സൗന്ദര്യമല്ല, അതായത് അതിന്റെ സോൾ ഉണ്ടല്ലോ പാട്ടിന്റെ. ചേട്ടാ ഒരുപാട് സന്തോഷം. ചേട്ടൻ അന്ന് ആ സോഷ്യൽ മീഡിയ നന്നായി പഠിച്ചു. അതാണ്ടായത് മനസ്സില്. അത് കാരണം പിന്നെ ഇപ്പൊ കള്ളുകൂടിയിൽ പെട്ടെങ്കിലും ഞാൻ അത് തിരുത്തി വരും ഉറപ്പായിട്ട്. ചേട്ടാ ഇവിടെ ചേട്ടാ സത്യം ചെയ്യണം, ചേട്ടൻ തിരിച്ചു വരും. അമൃത TV ചേട്ടനോടൊപ്പം ഉറപ്പായിട്ടും ഉണ്ടാവും. തിരിച്ചു വരും. അത് മാത്രല്ല, തിരിച്ചു വന്ന് ചേട്ടൻ പാട്ട് പാടി ഒരുപാട് ഷോകളും ചെയ്യാൻ പറ്റട്ടെ കേട്ടോ.
ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോണം ചേട്ടൻ. പോവാം. അപ്പൊ 50 രൂപയിൽ 50,000 രൂപ സാലറി ആയിട്ട് കിട്ടും. അതെ ശരി, അതെ ശരി. മാത്രമേ ഉള്ളൂ. ഒരു പാട്ടൂടെ 4 വരി ഒരു പാട്ട് കൂടി 4 വരി ആ പാടാം. പാടിക്കോ. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. 1000 മണിയൊച്ചയെതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യമെതിരേറ്റു, അവിടുത്തെ കാരുണ്യം എതിരേറ്റു. ചേട്ടാ സൂപ്പർ. ചേട്ടാ നമ്മുടെ വീഡിയോ ഒക്കെ വൈറലായപ്പോഴേ വീട്ടില് എല്ലാരും എന്ത് പറഞ്ഞു, ഭാര്യയും മക്കളൊക്കെ? അത് നന്നാവാനുള്ളൊരു വഴിയാണ്. ഈ മദ്യപാനം നിർത്തി പാട്ടിലേക്ക് വരാനാ പറഞ്ഞത്. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വന്നാ മതി, ബാക്കി നമ്മൾ അങ്ങ് പൊക്കോളും. നമ്മൾ ആദ്യം തീരുമാനം എടുക്കണം മനസ്സിൽ. അപ്പൊ പിന്നെ അങ്ങ് തീരുമാനം എടുത്തു. ഇതുപോലെ ചേട്ടൻ എന്നിട്ട് 50 രൂപ കിട്ടിയോ അന്ന് കിട്ടി. എന്നിട്ട് പോയി കൊണ്ട് കള്ളുടിച്ചാ? കള്ളുടിച്ചു. ദൈവം തന്നൊരു ചാൻസ് ആണ് ചേട്ടാ. ഇതിനൊരു ഏജ് ഇല്ല. നമുക്ക് എപ്പോഴാണ് ഏത് രീതിയിലാണ് നമ്മുടെ മുമ്പിൽ നമുക്കൊരു ചാൻസ് കിട്ടുന്നത്, അതിനൊരു പ്രായമില്ല. പിന്നെ തീർച്ചയായിട്ടും അത് സത്യം പറയാണ്, അത് ചേട്ടന്റെ ഭാഗ്യമായിരുന്നു. ചേട്ടൻ അവിടെ കയറി പോകുന്നു, 50 രൂപയ്ക്ക് വേണ്ടി ഈ പാട്ട് പാടി ഇന്ന് വൈറലായി, ഇന്ന് ഒരു വേദി കിട്ടുന്നു. അമൃത ടിവിന്റെ കോമഡി മാസ്റ്റേഴ്സിന്റെ നിങ്ങൾ പാടുന്നു. ഇനി വെച്ചടി കയറ്റം മാത്രം. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ചേട്ടൻ മനസ്സ് വെച്ചാൽ ചേട്ടാ, ബാക്കി കൂടുവരുമല്ലോ. ചേട്ടൻ മനസ്സ് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയുണ്ട്, 2 മക്കള്. എന്താ ചെയ്യണേ കുട്ടികള്? മൂത്ത ആള് ഈ വയറിങ്ങിന്റെ പണി, പിന്നെ രണ്ടാമത്തവൻ എഡിറ്റിംഗ് ആണ്. പിന്നെ റീൽസ് ഒക്കെ സ്വന്തമായിട്ടും ചെയ്യാം. ചേട്ടൻ പാടുന്നു, മകൻ എഡിറ്റ് ചെയ്യുന്നു, ഇടുന്നു. പിന്നെ അത്രേ ഒരു ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുടങ്ങിക്കോ. ഇനി അങ്ങോട്ടേക്ക് പൊളിക്കും. ഇനി ദൈവം അനുഗ്രഹിക്കും. 2026 പുതിയൊരു മനുഷ്യനായിട്ട് ചേട്ടൻ അങ്ങ് അടിച്ചു പൊളിക്കും. ഓക്കെ. ശരിക്കും സ്ഥലം എവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂര് കല്ലൂര് ആദൂരെന്ന് പറയും. കാരണം ബുക്കിംഗുകാർക്കൊക്കെ ഇനി വന്ന് ബുക്ക് ചെയ്യണമെങ്കിലേ കറക്റ്റ് അറിയണമല്ലോ സ്ഥലമൊക്കെ എവിടെയാണ്. അല്ല ഇന്ന് എല്ലാരും തൃശ്ശൂരാരാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടുകൂട്ടം എല്ലാരും തൃശ്ശൂരാണെന്നല്ലേ? എന്തായിരുന്നു ശരിക്കും ജോലി എന്നായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ജോലി ഓട്ട് കമ്പനിയില് മൂലോട് അടിക്കാൻ പോലായിരുന്നു പണി. മൂലോട് ഓക്കെ. കളിമണ്ണിന്റെ പണി, കൈക്കോട്ടുകള ഇപ്പോഴുണ്ട്. അതൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ ഒരു താരായല്ലേ? ഇപ്പൊ താരായി. അല്ല അപ്പൊ ഈ ജോലി സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ട് ചെയ്യായിരുന്നു? എപ്പോഴും മനസ്സിൽ പാട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും പാട്ടുകള്. കള്ളുഷാപ്പിലും പാടുമായിരുന്നു? കള്ളുഷാപ്പിലും പാടുമായിരുന്നു? കള്ളുഷാപ്പിൽ നന്നായി പാടാറുണ്ട്. അത് എപ്പോഴും ചോദിച്ചു അങ്ങോട്ട് അതിലോട്ട് കയറില്ലേ, തിരിച്ചങ്ങോട്ട് ദയവ് ചെയ്ത് ആരും ഇനി 50 രൂപ കൊണ്ട് മാമനെ കാണാൻ പറയാം. 50,000 രൂപയും കൊണ്ട് ഷോ ബുക്ക് ചെയ്യാൻ ചെല്ലാം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരുപാട് സന്തോഷം. കേട്ടോ, അപ്പം നമുക്കിവിടെ പറഞ്ഞ വാക്ക് ഉറപ്പായിരിക്കണേ. ഉറപ്പ്. ഓക്കെ. ഒരു 10 ദിവസം പോയിട്ട് അവിടെ ഒരു ലഹരിയുടെ ഇതുള്ള സ്ഥലം, അവിടെ പോയിട്ട് കിടക്കാൻ പോവാ. ബുക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ ഓൾറെഡി ബുക്ക് ചെയ്തു. അപ്പൊ അന്ന് ആ പഞ്ചായത്ത് ഓഫീസിൽ പോയതാണ് ചേട്ടന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ആ 50 രൂപയ്ക്ക് വേണ്ടി അവിടെ പാട്ട് പാടിയത് കൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ? വേറൊന്നുകൂടെ ഉണ്ട്. അന്ന് ചേട്ടൻ പാടിയപ്പോ ആ വീഡിയോ എടുത്ത ആളിനും കൂടെ ഒരു കൈഡി ഉണ്ട്. അയാൾ അന്ന് ആ വീഡിയോ എടുത്തില്ലെങ്കിൽ ചേട്ടൻ നമുക്കിന്ന് കിട്ടില്ല. എല്ലാവരും നിമിത്തവും നിയോഗവും യോഗമാണ്. സന്തോഷം. ഓക്കെ. അപ്പൊ ചേട്ടൻ ഇനി ബാക്ക് അടിക്കല്? ഇനി ബാക്ക് അടിക്കില്ല. ഇനി മുന്നോട്ട് ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. കാണാം. അങ്ങനെ ചാക്ക ചന്ദ്രൻ ആദ്യമായിട്ട് ഈ വേദിക ഷൈൻ ചെയ്യുകയാണ്. മതി ഇനി ഇത് പറഞ്ഞ് നാളെ തൊട്ട് പഞ്ചായത്ത് ഓഫീസിൽ കയറി ചെല്ലൽ വൈറലാവുന്ന എനിക്ക് പാട്ടുണ്ട്, എന്റെ പാട്ടുണ്ട്. നിന്റെ പാട്ട് വീട്ടിൽ പോയി പാടിയത്. നല്ല നല്ല ആൾക്കാരെ കൊണ്ടുവരാൻ ചന്ദ്രൻ വേണം, അല്ലാതെ എന്റെ ഒരു പെർഫോമൻസ് പറ്റൂല. അപ്പോൾ നമ്മുടെ വിൽസൺ ചേട്ടൻ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഒരു കലാകാരനായി. ചേട്ടനെ സാധകം ചെയ്യാൻ സമയമായി. വെൽക്കം ബാക്ക് ടു QT The Beautiful Presents Comedy Masters, powered by Amritaveni Live Skit and co-powered by Rajakumari Group. ചേച്ചി, നമ്മുടെ നാട്ടുകൂട്ടം നമുക്ക് അടിപൊളി സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അവരെ നന്നായിട്ട് ചിരിപ്പിച്ച് ക്ഷീണിപ്പിച്ചിട്ട് വിടുന്നുള്ളൂ.
പ്രത്യേകിച്ച് നമ്മുടെ കുട്ടി മോളെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മളൊരു അടിപൊളി സ്കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ബാറ്ററി ഓണല്ലേ? ഓണാണ്. ഓക്കെ, അപ്പോ നമ്മുടെ സ്കിറ്റ് കാണാനായിട്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ഇന്ന് നമുക്ക് സ്കിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ ഷൈൻ ഉണ്ട്, ശരത് ഉണ്ട്, ഐശ്വര്യ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഹലോ, ആരാണ്? പയ്യനായിരുന്നേ. അയ്യോ, ഞാൻ ഇച്ചിരി പ്രായമുള്ള ആളാണേ. പിന്നെ കല്യാണത്തിന് വരാനായിരുന്നേ. വരണം. കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വരികയും വേണം, കനത്തിന് എന്തെങ്കിലും കൊണ്ട് തരുകയും വേണം. നിങ്ങളുടെ മോളെ കെട്ടാൻ പോകുന്ന പയ്യൻ. എടാ, മരുമോനാണോ? എടാ, അത് പറയണ്ടടാ നീ. എന്താണ് 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 മോനെ വിളിച്ചത്? ചെറിയൊരു സംശയം എനിക്ക്. കല്യാണത്തിന് മുമ്പേ സംശയം? പറ പറ പറ, കേക്കട്ടെ കേക്കട്ടെ കേക്കട്ടെ. താലിക്കകത്ത് ആരുടെ പേര് എഴുതണം? എങ്ങനെ? താലിക്കകത്ത് ആരുടെ പേര് എഴുതണോന്ന്. എടാ, നാളെ അല്ലേടാ നിന്റെ കല്യാണം? എടാ, നിന്റെ കല്യാണം നടത്തി തരുന്ന ആരാണ്? പപ്പ. നിന്റെ ഇത്ര വളർത്തിയത് ആരാണ്? പപ്പ. അപ്പൊ പപ്പയുടെ പേര് വേണ്ട എഴുതാൻ. അങ്ങനാണെന്നുണ്ടെങ്കിലേ പപ്പ ആൻഡ് കോന്നൂടി എഴുതിക്കോട്ടെ. അതെന്നാ അത്? പപ്പയും കുറെ പേരൂടി ചേർന്ന എന്റെ കല്യാണം നടത്തും. എഴുതിക്കോ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഈ കല്യാണം പ്രമാണിച്ച് ആർക്കും ഒരു കുഴപ്പവും വരില്ല, കേട്ടല്ല? അപ്പൊ ലവ് യു ഉമ്മ. ശരി 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 ശരി. കണ്ട, ഒരു കല്യാണത്തിന് മുമ്പ് എന്നെ വിളിച്ച് ചോദിച്ചത് കണ്ട. കാരണം അവനറിയാം ഞാൻ കൃത്യമായിട്ട് അതിന്റെ ആൻസർ പറയുമെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. ഒരു കല്യാണ വീടാണ്. കല്യാണ പെണ്ണിനെക്കാട്ടിൽ ഒരുക്കമാണ് കല്യാണ പെണ്ണിന്റെ തള്ളക്ക്. നിങ്ങളുടെ മുഖത്തില്ലേ? നിങ്ങളുടെ വാ. അതല്ല, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ, വരുന്നുണ്ട്. ആ, വാ ഇങ്ങോട്ട്. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം. നീ എന്തുകൊണ്ടു ഇങ്ങനെ പൊങ്ങി പൊങ്ങി നടക്കുന്നത്? അപ്പൊ പൊങ്ങി പൊങ്ങി നടക്കുവാണെന്ന് നിങ്ങക്ക് മനസ്സിലായല്ലേ? മനസ്സിലായി. ആരുടെ കല്യാണവാ? നമ്മുടെ മോടെ കല്യാണമാണ്. അപ്പൊ അമ്മയായ ഞാനിത്തി പൊങ്ങച്ചം കാണിക്കണ്ടേ? അതിന്റെ റിഹേഴ്സലാ ഇത്. അതാണോ പൊങ്ങച്ചം? അങ്ങനാണെങ്കിൽ ഞാനും ഒട്ടും കുറയ്ക്കത്തില്ല, ഞാനും കാണിക്കും. അത്ര കൊള്ളത്തില്ല. ഇതെന്തോ മനുഷ്യ? പത്രം. അല്ല, അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്തുവാ കാണിക്കുന്നേന്ന്. പത്ര. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എങ്ങനുണ്ട്? 10-25 വർഷത്തിന് മുമ്പ് ഞാനത് ആലോചിക്കേണ്ടതായിരുന്നു. നീ എന്ത് ഉദ്ദേശിച്ചത്? എന്റെ സാരി എങ്ങനെ ഉണ്ടെന്ന്? അയ്യോ, അത് കിടക്കലല്ലേ. പിന്നെ മണ്ഡപത്തിൽ ഉടുക്കാനുള്ളതാ. അപ്പൊ മണ്ഡപം വരെ നീ എന്തോ ചെയ്യും? ഉടുത്തോണ്ട് പോവാനുള്ളതാ. ഓ, അങ്ങനെ 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 അങ്ങനെ. 5000 രൂപയുടെ കാഞ്ചീപുരവാ. എത്ര? 5000. 5000 രൂപയുടെ കാഞ്ചീപുരം ആണെങ്കിൽ അവൾ എടുത്തപ്പോ 500 രൂപയുടെ കഞ്ഞി കുട്ടിയത്. വായിരിക്കുന്ന കേക്കരുത് കേട്ടോ. നീ ഇനി വന്നേ. ഇല്ല, കലവറക്കകത്ത് ആരാണ് ദേഹത്ത് മൊത്തം എണ്ണയും തേച്ചോണ്ട് നിൽക്കുന്നത്? അയ്യോ, അതാരെന്ന് അറിയത്തില്ലേ? അതാണ് ദേഹണ്ണക്കാരൻ. ദേഹണ്ണക്കാരനാ? ആ, സ്വന്തം ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ദേഹത്ത് എണ്ണയും പുരട്ടിക്കൊണ്ട്. അങ്ങനെ. അത് പോട്ടെ, പുള്ളിക്കാർക്ക് പാചകത്തിനെ കുറിച്ചൊക്കെ വല്ല അറിയാവാ? പാചകത്തിനെ പറ്റി അറിയാവോന്നോ? പുള്ളിയുടെ ഒരു കൂട്ടുകാരി ഉണ്ട്, നിങ്ങളൊന്ന് തൊട്ട് നോക്കണം. അത് പ്രശ്നമാവത്തില്ലേ? ഞാൻ പോയി പുള്ളിയുടെ കൂട്ടുകാരിയെ തൊട്ടാ? കൂട്ടുകാരി. ഓ, കൂട്ടുകാരി. പോരാത്തതിന് പുള്ളി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാ. അത് വല്ല പിറന്നാളിന് വല്ല ഇട്ടതായിരിക്കും. എന്തോന്ന്? സെലിബ്രിറ്റിയുടെ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ. പിന്നെ പുള്ളി മുന്നേ എവിടാണെന്ന് അറിയാമോ? പുള്ളിയെ വിളിച്ചിട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞാ പോരെ? പുള്ളിയുടെ മുന്നേ എവിടാ നമുക്ക്? മനുഷ്യ, പുള്ളി മുന്നേ ജോലി ചെയ്ത് എവിടാന്ന് അറിയാമോന്ന്? എവിടാണ്? നമ്മുടെ കുട്ടിയകലിന്റെ വീട്ടില്. കുട്ടിയകലിന്റെ വീട്ടിലാ? കുട്ടിയകലിന്റെ വീട്ടില് മെയിൻ ഷെൽഫ് അല്ലായിരുന്നോ? അതിനാ കുട്ടിയകല് തുണി മടക്കിട്ട് അവന്റെ വായിക്കകത്ത് വെച്ചാണ് അടക്കുന്നത്. പിന്നെന്താ പുള്ളി ഇനി പോകുന്നത്? കുട്ടിയകലിന് ഡേറ്റ. അയ്യോ, ഏത് ദിവസം? എത്ര ദിവസം? എന്തോന്ന്? അല്ല, ഏതോ ഡേറ്റ് ആണോ പറഞ്ഞു പുള്ളി? അയ്യോ, കുട്ടിയകലിന് ഡയറ്റ് ആണ്. ഓ, ഡയറ്റ് ആണെന്ന്. അങ്ങനാണെങ്കിൽ നീ ആ പുള്ളിയോട് ഒരു കാര്യം പറയണം. എന്തോന്ന്? 1000 പേർക്കുള്ള സദ്യകൾ ഉണ്ടാക്കാൻ പറയണം. അതെന്തിന്? ഇന്നലെ ചെറുക്കന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അവന്റെ സൈഡിൽ നിന്ന് 200 പേര് കൂടെ വരുമെന്ന്. അതിനെന്തിനു മനുഷ്യ 1000 പേർക്ക് സദ്യ? ഈ അവന്റെ സൈഡിൽ നിന്ന് 200 പേര് വരുമെങ്കിൽ മുമ്പിലും പുറകിലും എത്ര പേര് കാണും? അതാണ് ഈ കുട്ടപ്പൻ. പിന്നെ വെട്ടിപ്പുറത്തുനിന്ന് അമ്മാവൻ ഫോൺ വിളിച്ചിരുന്നു. അതിനാ പുള്ളിക്ക് താഴെ ഇരുന്ന് വിളിക്കാൻ പറ്റത്തില്ല. വെട്ടിപ്പുറത്തുനിന്ന് അമ്മാവൻ വിളിച്ചതല്ല, വെട്ടിപ്പുറം പത്തനംതിട്ട വെട്ടിപ്പുറത്തുനിന്ന് വിളിച്ചത്. എന്നാണ് പുള്ളി പറഞ്ഞത്? അമ്മാവന് ലീവ് ഇല്ലാത്തോണ്ട് അമ്മാവൻ വരത്തില്ലാന്ന്. അതിന് പുള്ളിക്ക് പണിയൊന്നും ഇല്ലല്ലോ. അതാ പറഞ്ഞേ, ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ലീവ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വരത്തില്ല. ഓ, അങ്ങനെ. അല്ല, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരാതെ ഉണ്ടോ? ഉണ്ട്. ആരാ? വെള്ളിച്ചം കല്യാണത്തിന് വരത്തില്ല. വെള്ളിച്ചം വരത്തില്ലേ? അതെന്താ? പുള്ളി കിണർ വൃത്തിയാക്കിട്ടിരുന്നപ്പോഴേ അമിത വേഗത്തിൽ വന്നൊരു ബൈക്ക് ഇടിച്ചു. കിണറ് വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോ അമിത വേഗത്തിൽ വന്ന ബൈക്ക് ഇടിച്ചെന്നാ?
എന്തോന്ന് വെച്ചാൽ ലോജിക് ഇല്ലാതെ പറയണത്. ഞാൻ മരണക്കിണറിനകത്ത് പുള്ളി ബൈക്ക് ഓടിക്കണമെങ്കിൽ ഇടയ്ക്കൂടെ പോയി കയറി കൊടുക്കാൻ പറ്റും, വണ്ടി ഇടിക്കത്തി. അങ്ങനെ ഓരോ കാരണങ്ങൾ. അത് പോട്ടെ, നമ്മുടെ മോളെവിടെ? അത് ഞാൻ പരിയമ്പറത്തെ ടാർപ്പയിൽ കുത്തിവെച്ച്. എന്തോന്ന് മോളാ? മോളയല്ലടി, മോളെവിടെയെന്ന്. ഓ, നമ്മുടെ മോളെ. യ്യോ, ഒന്നും പറയണ്ട. അതെന്ത്? ഒരു കല്യാണം പ്രമാണിച്ചത് നിലത്തുമല്ല മാനത്തുമല്ല. അതിന് അവിടെ തങ്ങിയിരിക്കുകയാണോ? അതാണ് ഞാൻ പറഞ്ഞേ, മൂക്കൊരേ നിർബന്ധം പപ്പായ ഫേഷ്യൽ ചെയ്യണോന്ന്. ഈ പ്രായത്തിൽ ഞാൻ ഫേഷ്യലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ? പപ്പ ഫേഷ്യൽ ചെയ്യണോന്ന് പറഞ്ഞു. അയ്യ, പപ്പ ഫേഷ്യൽ ചെയ്യണോന്നല്ല, മോക്ക് പപ്പായ ഫേഷ്യൽ ചെയ്യണോന്ന്. പപ്പായ ഫേഷ്യൽ ചെയ്യണമെന്ന്. പിന്നെ അവള് പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തോ? അവളുടെ കല്യാണത്തിന് പപ്പയും മമ്മിയും ഡാൻസ് കളിക്കണമെന്ന്. ഡാൻസ് കളിക്കാനോ? ഞാനാ? വലിയ വലിയ പണക്കാരുടെ ഒക്കെ വീട്ടിലുണ്ടല്ലോ, അതിപ്പോ ട്രെൻഡ് അല്ലേ? ഏത് ട്രെൻഡ് ആയാലും എങ്ങനെ ആയാലും ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേ നിൽക്കും. അതുകൊണ്ടായിരിക്കും 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റിരുന്ന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തല്ലോ. നീ അങ്ങനെ പറയരുത് സ്റ്റെല്ലേ, കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളെ ഡാൻസ് പഠിപ്പിക്കാൻ ഒരാളിപ്പോ വരും. ആ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നടക്കും. അതാരാടോ? നീ ഏതാടാ? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സ്വന്തമായി സ്റ്റെപ്പ് ഇടുന്നവൻ. ഓ, സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ബാത്റൂമിന് പഠിക്കാൻ 2 സ്റ്റെപ്പ് ഉണ്ടാക്കും. കയറാനും ഇറങ്ങാനൊക്കെ വലിയ പാടാണ്. നിങ്ങളുടെ വീട്ടിലെ മൈക്കാട് പണിക്ക് വന്നവനാണെന്നല്ല പറഞ്ഞേ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇടും. എന്റെ ഉറക്കത്തിൽ പോലും സ്റ്റെപ്പ് ഇടുന്നാണ് പറയുന്നത്. അതേത് സ്റ്റെപ്പാണ്? ഞങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പ്. വീടിന്റെ സ്റ്റെപ്പാ? ഞാൻ വൈകിട്ടാകുമ്പോ 2 അടിച്ചിട്ട് വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടെ ചെല്ലുമ്പോ ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. അതാണ് ഉറങ്ങുമ്പോ ഉള്ള സ്റ്റെപ്പ്. എന്റെ പൊന്നിയർക്ക് എനിക്ക് നിന്നെ ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇല്ല. അപ്പൊ ഞാൻ ഇൻട്രോഡക്ഷൻ തന്നില്ല. അതാ എന്തോന്ന്? ഇപ്പൊ തരാം. ചൊറിയൻ ജാഫർ അല്ല, ഓട്ടോഗ്രാഫർ. അതല്ലേ മറ്റേ ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർ എന്തോ പറഞ്ഞേ? കൊറിയോഗ്രാഫർ. ഒന്നും പറഞ്ഞേ. കൊറിയോഗ്രാഫർ. ഫോണ് പോയല്ലോ. കൊറിയോഗ്രാഫർ. ഞാൻ എങ്ങനെയല്ലോ ഓർത്തെടുത്ത് പറഞ്ഞോളാം. ഈ പുള്ളിയാണ് ഞാൻ. മോള് പറഞ്ഞേ. എപ്പോ കിട്ടും? എന്തോന്ന്? മോള് പറഞ്ഞാൽ മോള് പറഞ്ഞതല്ലോ, മോള് പറഞ്ഞ ആളാണ്. ഓ, മോള് പറഞ്ഞ ഡാൻസർ. എന്റെ പൊന്നിയർക്ക് അവിടെ നിൽക്കും. നിനക്ക് ഡാൻസ് വല്ലതും അറിയാവോന്ന്? ചേട്ടാ, ഞാനിപ്പം ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ വരും. നീ ഒന്ന് മാറി തന്നെ അവിടെ നിന്ന്. പെട്ടെന്ന് അവൻ അവിടെ വന്നോണ്ടിരിക്കും. വേറെ സാധനം എടുക്ക സാധനം വേണേ കണ്ട. ഇത് മൂന്ന് ബാക്ക്. അങ്ങോട്ട് ഇരുട്ട് വാക്ക് പാമ്പ് കടിക്കുന്നു. വേറെ ഉണ്ട്. എന്തോ? ഞാൻ കണ്ടംപററി ചെയ്യും. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അതിന് ഇത്രയും സ്ഥലം ഇവിടെ കിടക്കുമ്പോ എന്തിനാണ് കണ്ടെത്തി പോയി കിടന്നു? കണ്ടെത്തി മറിയുന്നില്ല. പിന്നെ കണ്ടംപററി അതെന്റെ മെയിൻ ഐറ്റം. ഓ, കൊള്ളാം. മാത്രമല്ല, ഞാൻ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ തിങ്ങി നിറയും, കൈയടിക്കും, വിസിലടിക്കും, ഭയങ്കര ബഹളമായിരിക്കും. കുഴി അടിക്കുക. അടിക്കുമോന്ന് എന്റെ പൊഞ്ഞടാ. എന്തോ പരിപാടി കാണിക്കുന്നു? എന്നാ പുഴു അടിക്കുമെന്ന് ചോദിച്ചു. പുഴു അടിക്കുമെന്നല്ലേ, പുഴു അടിക്കുമെന്ന്. അമ്മാതിരി തള്ളാണ് നീ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നില്ല. എന്റെ അച്ഛൻ ആരാന്നറിയോ? ആരാണ്? അച്ഛൻ ഡിസ്ക, ഞാൻ ബ്രേക്ക്. എനിക്ക് അനിയനുണ്ട്. ഓ, ഡിസ്ക് ബ്രേക്ക്. അങ്ങനല്ല, പിന്നെ അവനും സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കും. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാരും ഡാൻസ് കളിക്കും. ഫാമിലി കൊണ്ടോ? പെണ്ണൊക്കെ കിട്ടിയോ? അവള് ബ്രേക്കാ. ഭാര്യയും ബ്രേക്ക് ഡാൻസർ ആണെന്ന്. അല്ല, പിന്നെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ അവക്ക് മനസ്സിലായി എന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അവള് ബ്രേക്കപ്പ് ആയി. ആ ബ്രേക്ക്. നീ 1 മിനിറ്റ് ഇവിടെ നിന്നപ്പോ നമുക്ക് മനസ്സിലായി നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. എന്തോ അങ്ങനൊക്കെ പറയുന്നേ? നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ? പിന്നെ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നു. വേണം ഞാൻ പറയാം. ഞാൻ പ്രഭുദേവയുടെ കൂടെ കേരളോത്സവത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. സിനിമാ നടൻ പ്രഭുദേവി? അല്ല, എന്റെ കൂട്ടുകാരന്മാര് പ്രഭുവും ദേവി. ഞാൻ അവരുടെ കൂടെ ഭയങ്കര മത്സരമായിരുന്നു. കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടോ? കപ്പും കിട്ടിയിട്ടുണ്ട്, സോസറും കിട്ടിയിട്ടുണ്ട്, പോരാത്തതിന് സോപ്പ് വെട്ടിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ഡാൻസ് പഠിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ പാൻറ്റൊന്ന് പൊക്കിക്കേ. പറയണം. അതല്ലെന്ന്. പിന്നെ കാലുണ്ടോ നോക്കട്ടെ. കാലുണ്ടെങ്കിൽ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊക്കെ ഡാൻസ് കളിക്കാൻ അറിയാം. പിന്നെ അറിയത്തില്ലേ? അയ്യോ, അത് പറഞ്ഞിട്ട് നിന്നാ മതിയോ? നമുക്ക് ഡാൻസ് പഠിക്കണ്ടേ? പഠിക്കാം. അല്ല, ആരിലൊക്കെ പഠിക്കണം. ഞാനില്ല, അവള് പഠിക്കും. എന്നെ വിളിക്കല്ലേ. ചേടാ, അതെങ്ങനെ ശരിയാവും? നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ കൂടെ കോമ്പിനേഷൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയാണ് ഞാൻ മേടത്തെ സെറ്റ് ചെയ്തത്. ശ്രീവിദ്യ മുല്ലശ്ശേരി. അപ്പൊ നീ ആരെ വിളിക്കുന്നു? എനിക്കറിയത്തില്ല. ഇപ്പം ആരും ഇല്ലല്ലോ. നമ്മുടെ ഒരു വല്യമ്മയെ വിളിച്ചാലോ? പുള്ളിക്കാരി വരുമോ? പക്ഷെ അരക്കിടാപ്പോട്ട് തളർന്നു. പിന്നെ അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നത്? ഒരു വല്ലം പൊന്നും പൂവും
കരിനീല ചാന്തും അപ്പോൾ സാധനം തിരിച്ചു വരും പടകാളി പെണ്ണെ നിന്നെ കണീന. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ നോക്ക്. മോക്ക് എത്ര വയസ്സായെന്നാ പറഞ്ഞേ? 22. 22 വയസ്സുള്ള ഒരു മോടെ തള്ള കാണിക്കുന്ന മുതുക്ക് കൂത്താട്ടം. എഴുന്നേക്ക്, ഞാൻ പഠിപ്പിക്കാം. അത് മാത്രം കളിച്ചാൽ മതി. അത് മതി. അപ്പൊ ഇത് വേണ്ട. ഇത് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേട്ടനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റൂ? ചേട്ടാ കളിക്കാന്ന്. ഇല്ല. ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റൂ? കർക്കശക്കാരനാ. ജമിനിലാണോ ജംബോലാണോ? സർക്കസുകാരനാന്ന് പറഞ്ഞു. കർക്കശക്കാരനല്ല, കർക്കശക്കാരൻ. ദേഷ്യം എന്ന് പറഞ്ഞോണ്ടല്ലോ തിളച്ചെണ്ണക്കകത്ത് കടുവിടും പോലാ. അങ്ങനാണല്ലേ ചേട്ടാ? കടിക്ക് വല്ലാത്ത കടുപ്പം തന്നെ കേട്ടോ. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മെയിൻ ഗസ്റ്റ് ആരാന്നറിയോ? ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാറിനെ സെറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ പറ്റൂല. അപ്പൊ പിന്നെ നമ്മൾ ഞാൻ നോക്കും. ചേട്ടാ അകത്തോട്ട് പോകുന്ന ഇച്ചിരി വെള്ളം എടുത്തോണ്ട് പറഞ്ഞേ. പക്ഷെ അങ്ങനല്ല, നമുക്ക് അവിടെ ചവിട്ടി ചവല്ലാണ്ട് പറ്റിയില്ലേ? സ്റ്റെപ്പോ പിന്നല്ലാതെ ചെയ്യും. വേറൊരു സ്ഥലമുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യും. കിടക്കി ഞാൻ ഉറപ്പാന്നോ? ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. എനിക്ക് വിശ്വാസം പോരാ. 1983 കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ന്യൂബോളിയുടെ സിനിമയല്ലേ 1983? അതല്ലെന്ന്. 1983 ഞാൻ കപ്പിയലായിരുന്നു. അപ്പൊ പണ്ടേ തൊട്ടിയല്ലേ? കപ്പിയലാന്ന് പറഞ്ഞു. അതല്ലെന്ന്. 1983 ഞാനും ഫെർണാണ്ടക് സായിപ്പും കൂടെ. ആരാ? വ്യക്തമല്ലേ പേരുടെ പേര് പറഞ്ഞു? എന്തോ ഒരു പേര് പറഞ്ഞിട്ട്. എപ്പോ ചേട്ടാ പറഞ്ഞിപ്പാ? വെള്ളക്കാരൻ. ഈ പുള്ളിക്കാരൻ ഞാനും കൂടെ 2 അടിച്ചിട്ട് കപ്പലിൽ കിടന്ന് ഡാൻസ് കളിക്കും. എന്റെ ഡാൻസ് കണ്ടിട്ട് പുള്ളി എടുത്ത് കടലിൽ ചാടി. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടല്ലോ, ആരാണ്? ശ്വേതാ മേനോൻ. ഈ പുള്ളിക്കാരി തെറ്റിക്കോ ഡാൻസ്? ഇല്ല, കാരണം ഞാൻ കറക്റ്റായിട്ട് കളിക്കും. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കും. പിന്നെ മേഡം കളിക്കും, സാറും കളിക്കും, ഞാൻ കളിക്കും. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ? ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തോ? ശ്വേതാ മേഡവും ശ്രീവിദ്യ മുല്ലശ്ശേരിയും ഡാൻസ് തന്നെ ഉണ്ടെന്ന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ കളിച്ചില്ലേ? കണ്ടാ, ഞാൻ അപ്പഴേ പറഞ്ഞ ഇമാരി പരിപാടി നടക്കത്തില്ലെന്ന്. ഞാൻ കളിക്കത്തില്ല, നമ്മൾ കളിക്കത്തില്ല. എന്തോ നിങ്ങളുടെ മോൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് ഒരുക്കിട്ട് നിങ്ങൾ കളിക്കാത്തേ? എടാ, ഇമാതിരി പരിപാടി കാണിച്ചാണ് കഴിഞ്ഞ വട്ടം എന്റെ കൊച്ചിന്റെ കല്യാണം മുടങ്ങി. അതിന് ഞാൻ അവിടെ സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കാൻ വന്നില്ല. വന്നാ അതല്ല ഞാൻ പറഞ്ഞത്. കല്യാണത്തിന് തലേദിവസം മറ്റേ മഞ്ഞൾ തേക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താ? ഈ ഹൽദിക്ക് പൂ പോലിരിക്കുന്ന എന്റെ കൊച്ചിനെ ഇരുത്തിയിട്ട് തലേക്കൂടെ മഞ്ഞൾ വെള്ളം ഒഴിക്കുന്നു, മഞ്ഞൾ കൊണ്ട് തേക്കുന്നു, മഞ്ഞളിൽ അവിടെ മൂടി. എന്നിട്ട് രാവിലെ ബ്യൂട്ടീഷ്യൻ വന്ന് കഥ തുറന്ന് നോക്കിയപ്പോ എന്തുവാ അവിടെ ബെഡേൽ ഒരു പഴംപൊരി കിടന്നുറങ്ങും. ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞെടുത്ത് കളഞ്ഞു. ഏട്ടന്റെ മകൾ എന്തി? ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ പഴംപൊരിയാണ് എന്റെ മോള്. അതുകൊണ്ട് ഈ പരിപാടി ഇമ്മാതിരി പരിപാടി നടക്കത്തില്ല. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്തോന്നു? ഈ ഡാൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് അഥവാ നിങ്ങളുടെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടന്റെ മോളെ ഞാൻ കെട്ടാം. എന്ത്? ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വന്നപ്പോ തൊട്ട് സ്റ്റെല്ല എന്ന് വിളിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. ഇതെന്താ? എടാ, നിന്റെ അടുത്ത് വന്നപ്പോ തൊട്ട് നമ്മൾ പറഞ്ഞ നമുക്ക് പറ്റത്തില്ല. എന്താ? എടാ, നിനക്കൊരു കാര്യം അറിയാമോ? ഇതുപോലെ എന്റെ കല്യാണത്തിന് ഡിസ്കോ ഡാൻസ് കളിക്കാൻ വന്ന ആളാ ഈ നിൽക്കുന്നേ. ഇല്ല, അത് ഞാനല്ലേ പറയണ്ടേ? ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പെർഫോമൻസ്? ഞാനാണോ പഴംപൊരി? പഴംപൊരി തിങ് വാസ് സൂപ്പർ. പ്രതീക്ഷിക്കാത്ത ഒരു പഴംപൊരിയായിരുന്നു. ഡാൻസിനെ പറ്റി പറയൂ. ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് വശീകരിച്ച് നിങ്ങൾ ഡാൻസ് ഇതില് ഫ്രെയിമിൽ വരാത്ത എത്ര കഥാപാത്രങ്ങളാ അല്ലേ? അതെ. ഇത് വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇതിന്റെ മൊബൈൽ അത് യഥാർത്ഥത്തിൽ വീട് പൊട്ടിയല്ലേ? പൊട്ടിപ്പോയി. അത് കഴിഞ്ഞൊരു കൗണ്ടർ അപ്പൊ പോയില്ലേ? മൊബൈലിന്റെ ഒരു കൗണ്ടർ ഇല്ലായിരുന്നാ? അപ്പോൾ ഇപ്പൊ ഇവിടെ ഒരു മൊബൈൽ കോമഡി അവിടെ ഉണ്ടായിരുന്നു, അത് മിസ്സായി. യഥാർത്ഥത്തിൽ പൊട്ടിപ്പോയതുണ്ട്. സൂപ്പർ. അങ്ങനെയുണ്ടെങ്കിൽ എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പെർഫോമൻസിനും along with the choreographer എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കാം. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ All right, 21,000 rupees ആണ് ഇവര് നേടിയിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബോംബെ. യെസ്. Welcome back to Cutie the Beauty Soap Presents Comedy Masters, powered by Amritaveni Light Kit, co-powered by Rajakumari Group.
തിരിച്ചു വന്നപ്പോ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. താരങ്ങളാണ് എല്ലാവരും. ഒന്ന് നമ്മുടെ മണി സ്കിറ്റ് പെർഫോം ചെയ്ത ടീമും ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ശരിക്കും ഒരു റോൾ മോഡലായി പഞ്ചായത്ത് ഓഫീസിൽ പോയി പാട്ടൊക്കെ പാടി വൈറലായ നമ്മുടെ വിൽസൺ ചേട്ടനും കൂടെ ഉണ്ട് അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാന്നറിയോ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡിലെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണെന്നുള്ളതാണ്. എല്ലാ എപ്പിസോഡിന്റെ വൈൻഡപ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാൾക്കായിരിക്കും ഇന്ന് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ക്രൗൺ അല്ലെങ്കിൽ ആ ഒരു കിരീടം ലഭിക്കാൻ പോകുന്നത്. അപ്പം സർപ്രൈസ് ടീം റെഡിയാണോ അത് ആരാന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് നോക്കാം. ശ്വേത ചേച്ചി, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ്? ഇന്ന് വെരി പ്രൗഡ്ലി നമ്മൾ പോലെ ഇന്നത്തെ മെയിൻ എന്ന് ആ ഒരു ടാഗ് കറക്റ്റ് ഒരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. യൂഷ്വലി നമ്മുടെ പെർഫോമേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ സാധാരണക്കാരായ ഒരു വിൽസൺ ചേട്ടൻ ഇവിടെ വന്നിട്ട് സൂപ്പറായിട്ട് പ്രചോദനമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു മാതൃകയായിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ, നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഈ രീതിയിൽ ചാൻസ് കൊടുക്കുമെന്ന് ഭയങ്കര വലിയൊരു മെസ്സേജാണ് ചേട്ടാ നിങ്ങൾ തരുന്നത്. വിൽസൺ ചേട്ടാ, യു ആർ ദി മെയിൻ. പഠിച്ചപ്പോ നന്നായി പഠിച്ചു, അതുണ്ടായത് മനസ്സിൽ. അത് കാരണം പിന്നെ ഇപ്പൊ കള്ളുടിയിൽ പെട്ടെങ്കിലും ഞാൻ അത് തിരുത്തി വരും കേട്ടോ, ഉറപ്പായിട്ട്. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണൂലയൻ ആത്മാവല്ലയോ കോവില് പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം അറിയണം അടിയന്റെ സങ്കടം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ചേട്ടനുണ്ട് കേട്ടോ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിനും നാളത്തെ സ്റ്റാറും. ചേട്ടൻ എന്താ പറയാനുള്ള ചേട്ടാ ഈ അവസരത്തില്? എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ സ്റ്റേജിൽ കയറി വരാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ അംഗീകാരം കിട്ടുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ദൈവം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. നമ്മുടെ ഷോ കാണാറുണ്ടോ? ഷോ കാണാറുണ്ട്. ഇഷ്ടമാണോ? വളരെ ഇഷ്ടം. നീ വിളിച്ചാ വരുമോ? വരും. പാട്ടൊക്കെ പാടി തരുമോ? പാടി തരും. ഡാൻസ് കളിക്കോ? പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡില് സർപ്രൈസ് എന്ന് പറയുന്ന ടീം ഒരു നിമിത്തമായിട്ട് വന്നു. നമ്മൾ വിഷ്വലി ട്രെയിലർ കണ്ടു. പക്ഷെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ചേട്ടനും ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എപ്പിസോഡായിരുന്നു ഇത്. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഇനി ചേട്ടന്റെ ഡാൻസും കൂടെ കണ്ടങ്ങ് വൈൻഡപ്പ് ചെയ്തു. എന്നോട് ഡാൻസ് കളിക്കോ? പാട്ടിടാൻ പറയട്ടെ? സർപ്രൈസ് ടീം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. വീണ്ടും നമ്മൾ കാണും. അതുപോലെ തന്നെ സുധീഷ് ബ്രോ ഇനിയും ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ മ്യൂസിക് ഇടൂ, ഞങ്ങളൊന്ന് അർമാദിക്കട്ടെ ഗൈസ്.